രാവിലെ തന്നെ അടുക്കളയിൽ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചായ കുടിക്കാൻ തോന്നും. പക്ഷേ ഇന്നിപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ വിറകടുപ്പിൽ ചായ തന്നെ കുടിക്കണമെന്ന്. അങ്ങനെ ചായ ഇട്ട് കുടിച്ചിട്ട് ഞാനും മോളും കൂടെ ഇങ്ങ് ചന്തയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന എന്തിനാണെന്ന് അറിയാമല്ലോ, ഈ ഇരിക്കുന്ന പുട്ടുകുടം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയതാണ് മണ്ണിൻ്റെ പുട്ടുകുടം മേടിക്കണമെന്നും. പിന്നെ അതുപോലെ നേരത്തെ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ടേ ഉള്ളൂ കേട്ടോ, ഇവിടെ വന്നപ്പോൾ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്താണ് പുതിയ കാവിലെ ചന്ത ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പെട്ടെന്ന് കയറി പോകണം, മോന് കടയിൽ പോകണമല്ലോ. അങ്ങനെ നമ്മളിഞ്ഞ് സാധനം മേടിച്ചിട്ട് കയറി വന്നു. ഒരുപാട് സാധനം മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം എനിക്കൊരു കത്തി മേടിക്കണമായിരുന്നു കേട്ടോ. കത്തി വാങ്ങണമായിരുന്നു. കത്തി ഉണ്ട്, വേറെ ഇരിപ്പുണ്ടെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഇതേപോലുള്ള സൈസിലുള്ളൊരു കത്തി എനിക്ക് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ മുറിയുന്നില്ല കേട്ടോ, മൂർച്ച കുറവാണ്. അത് രാവി എടുത്താൽ ശരിയാവുമെന്ന് തോന്നുന്നു. ചക്ക വെട്ടി അതിനും ഇതിനൊക്കെ എടുത്ത് ചെറിയൊരു മൂർച്ച കുറവുണ്ട്. എന്നാലും ഒരെണ്ണം കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചതെന്ന് വെച്ചാൽ കറിവേപ്പില അവിടെ ഒരു അമ്മ കൊണ്ട് നിൽക്കുന്ന കണ്ട്. പിന്നെ എപ്പോഴും പിറക്കേ നടന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് 10 രൂപയ്ക്ക് പിന്നെ ഞാൻ മേടിച്ചിട്ട് 10 രൂപയാണേ. പിന്നെ മലക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി അവിടെ ഇങ്ങനെ പവുത്ത് വെക്കുമല്ലോ, വെട്ട് മലക്കറി എല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിലിരുന്ന് അങ്ങനെ എനിക്ക് തന്ന് അത് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ മെയിനായിട്ട് നമ്മളെ പുട്ടുകുട ഉണ്ടല്ലോ, അങ്ങനെ നമ്മളെ പുട്ടുകുട ഇത്രയൊക്കെ നല്ല ഭംഗിയിലൊക്കെ അവർ അച്ചിലൊക്കെ വെച്ച് റെഡിയാക്കി കിടക്കണമെങ്കിൽ എന്തായാലും പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ 350 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെ അവർ ഒട്ടും കുറയ്ക്കുമോ അങ്ങനെ ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് ഇതിൽ കുറയുമോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊരു സ്വഭാവമാണല്ലോ, ഏതെങ്കിലും ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വില പേശുക, വില ചോദിക്കുക, അതിൽ കുറയുമോ ഇല്ല എന്നൊക്കെ ചോദിക്കില്ല. പക്ഷേ വേറുള്ള മൺചട്ടി നേരത്തേക്ക് നമ്മളെ ഈ കൈപ്പിടിയുള്ള ചട്ടിയൊക്കെ മേടിച്ചപ്പോൾ അമ്മയുടെ തന്നെ മേടിക്കുന്നത് പക്ഷേ കുറച്ചൊക്കെ തരും കേട്ടോ. പക്ഷേ പുട്ടുകുടത്തിന് മാത്രം 1 രൂപ പോലും കുറച്ചിട്ടില്ല. 350 രൂപയും കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ മേടിച്ചത്. പിന്നെ മേടിച്ചെന്ന് വെച്ചാൽ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു, 1 കിലോ കപ്പയും. പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് മേടിച്ച് പിന്നെ ഇതുണ്ടല്ലോ ചെറിയ ഉള്ളി, നാരങ്ങ, ചൂട് ഭയങ്കര ചൂട്, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ ഇതൊക്കെ മേടിച്ച്. പിന്നെ ചിക്കനും കൂടെ മേടിക്കണത്. മീൻ മേടിക്കാൻ കയറിയപ്പോൾ മീനിന് ഭയങ്കര വില, അങ്ങനെ മീൻ വാങ്ങിയില്ല, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് മേടിച്ചുകൊണ്ടൊക്കെ വന്നത്. പിന്നെ ചായ ഒഴിച്ച് അടച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ, 2 പേരുടെ ചായയാണ് കേട്ടോ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഞാൻ തന്നെ ചായയൊക്കെ ഇട്ട് ഞാൻ എനിക്കുള്ളത് കുടിച്ചിട്ട് ഞാൻ പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചായ ഇപ്പോൾ വേണ്ട, വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോക്കുള്ളത് പിന്നെ കലത്തിലും വെച്ചിട്ടുണ്ട്, മോൻ്റെത് കൊച്ചൊരു പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിപ്പം മോനെ വിളിക്കണം, കടയിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നു. കുറേ സമയം കിടന്ന് ഇനി വിളിച്ചാലാണ് ഇനിയിപ്പോൾ എണീക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല ഉറക്കമാണ് കേട്ടോ. ഞാനവിടെ ചന്തയിൽ നിന്നപ്പോഴും ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് സൈലൻ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് പിന്നീട് അനക്കമൊന്നും ഇല്ലായിരുന്നു, മൊബൈലിൽ ബെല്ലൊന്നും ഇല്ലായിരുന്നു അവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്താൽ നമ്മളും കയറി വരാൻ താമസിക്കുമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ എന്തായാലും നമ്മളെ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു പുട്ടുകുടം ഉണ്ടല്ലോ, ഈ ഒരു പുട്ടുകുടത്തിൽ ഞാൻ പുട്ട വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് എപ്പോഴാണോ ചെയ്യുന്ന അത് നിങ്ങൾക്ക് മുമ്പിലായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നല്ല ഉള്ളും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉള്ളെന്ന് പറയുന്നത് നല്ല ഉൾവശം ഉണ്ടല്ലോ, നമ്മളെ സാധാ കലങ്ങളൊക്കെ ഇരിക്കുന്ന നല്ല മെഴുമെഴായിരിക്കും എന്നിട്ട് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് കരി പിടിപ്പിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്ന് കാണണം. പിന്നെ ഇവിടെ മണ്ണിൻ്റെ ഒരു പുട്ടുകുട എനിക്കിങ്ങനെ മേടിക്കണമെന്ന് എനിക്ക് തോന്നി. കുറേ പുതിയകാവ് ചന്തയിൽ ഈ ഒരു കുടം ഇരിക്കുന്ന കണ്ട സമയം മുതൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ. അന്നൊരിക്കൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ ഒരു സാധനം. അപ്പോൾ ആരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ടുകുട ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴവരൊക്കെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ചില്ലിയുണ്ട് കേട്ടോ, മണ്ണിൻ്റെ ചില്ലിയാണ്. പിന്നെ ഞാൻ ചോദിച്ച് ഇത് നമ്മൾ പുട്ട് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവില്ലെന്ന് ചോദിച്ച്. അപ്പോഴും പറഞ്ഞ് പൊട്ടിപ്പോവില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും കലവും പിന്നെ അതുപോലെ നമ്മൾ ഈ പുട്ടിൻ്റെ ഇതുണ്ടല്ലോ പുട്ട വയ്ക്കുന്നത്, അപ്പോൾ ഇതൊന്നും പൊട്ടിപ്പോവില്ല, കുഴപ്പമില്ല. നല്ല കട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൂക്ഷിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ചില്ലി എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല. ചില്ലി ഉറപ്പായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പൊട്ടിപ്പോവും. പക്ഷേ പൊട്ടിപ്പോവാതെ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മറ്റുള്ള പുട്ടുകുട ഉണ്ടല്ലോ അതിൻ്റെ ചില്ല് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പാകം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ മണ്ണിൻ്റെ ചില്ലി പൊട്ടാതിരിക്കണമെങ്കിൽ അത് തന്നെ എടുത്തിട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വെച്ച് പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അടുപ്പിൽ നല്ല ചൂടുണ്ടായിരുന്നു, രാവിലെ ചായ ഇട്ട് പിന്നെ അടുപ്പ് നല്ല പഴുത്ത് കിടക്കുന്നതിനെ കൊണ്ട് പിന്നെ വെള്ളവും കൂടെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിപ്പോയത്.
പിന്നെ കുടം അവിടെ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് വേവിച്ചൊക്കെ തീർന്നതിന് ശേഷം ലാസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് മൺപാത്രങ്ങൾ മഴക്കിയെടുക്കണം. ഒരുപാട് പേര് വീഡിയോയിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തേയിലയൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ പിന്നെ തേയില അതിനകത്തിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുമ്പം ഇങ്ങനെ മഴക്കിയെടുക്കണം കണ്ട്. പക്ഷേ ഞാനങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കപ്പലണ്ടി 2 എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാം. എനിക്കിങ്ങനത്തെ ചില സമയത്ത് എനിക്കിങ്ങനെ തോന്നും കേട്ടോ. പിന്നെ വിറകാണെന്നുണ്ടെങ്കിൽ അങ്ങ് അറ്റത്ത് കിടക്കുമായിരുന്നു. അത് കംപ്ലീറ്റ് വിറവും ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് പറക്കുന്നതിനെ കൊണ്ടാണ് ഇടയ്ക്കൊക്കെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്ന് ഭയങ്കര വിഷമമായിരുന്നു. വിറകത്രി അങ്ങ് കിടക്കുന്ന കാട് കയറി മൊത്തത്തിൽ അങ്ങ് പാഴിപ്പോകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എത്ര വയ്യെങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ആ വിറക് അങ്ങ് അറ്റത്തൊരു വീട് കാണുന്നില്ല, ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. ആ മതിലിൻ്റെ സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വിറക് കിടക്കുമായിരുന്നു. ഇനി അതെല്ലാം ഇനി വെട്ടിപ്പറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജോലി. പിന്നെ കുറച്ച് ഭാഗത്തെ കാടൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇറങ്ങാൻ പറ്റുന്ന ഇങ്ങോട്ടുള്ള സൈഡുകളിലെല്ലാം എടുത്ത് ഇനിയും കിടക്കുന്നുണ്ട് കാടെടുക്കാം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പോയി പിന്നെ ചക്കയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പോൾ ഇതിനെ അരിഞ്ഞ് വെക്കണം. പിന്നെ ചിക്കന് ഇന്നിപ്പോൾ സവോള എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ ചെന്നപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ സവോള വേണമെന്നൊക്കെ കുറേ വട്ടം അവർ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ സവോള വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ സവോള ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. ചെറിയ ഉള്ളി എനിക്ക് മേടിക്കണമായിരുന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ സവോള ഇല്ല. നേരത്തെ സവോള വീട്ടിലുണ്ടെന്നുള്ള ഒരു ഓർമ്മ, മുമ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും സവോള ഇവിടെ കാണും. അങ്ങനെ ഒരു ചിന്തയിൽ അവരെടുത്ത് ഭയങ്കര ബിൽഡപ്പിലൊക്കെ പറഞ്ഞ് സവോള വേണ്ട, വീട്ടിലിരിപ്പുണ്ട്, ചെറിയ ഉള്ളി മാത്രം തന്നാൽ മതിയെന്ന്. അങ്ങനെയാണ് അതും മേടിച്ചും കൊണ്ടൊക്കെ ഇങ്ങ് കയറി വന്നത്. ഇവിടെ വന്ന് എല്ലാം നോക്കിയപ്പോഴത്തേക്ക് സവോള എടുക്കാനായിട്ടില്ല, ഒരെണ്ണം കണ്ടേ ഉള്ളൂ. പിന്നെ അടുപ്പിൽ എന്തായാലും തീ കിടക്കുന്നതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ചോറൊക്കെ വെച്ച് കേട്ടോ. ചോറ് വെച്ച് പിന്നെ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചരിച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പുട്ടുകുടം നമ്മളിനിയിപ്പോൾ ഈ ഒരു അടുപ്പിൽ വെക്കണം. പക്ഷേ അതിന് മുമ്പേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുക്കറും കൂടെ ഇതിൽ വെച്ച് അടുപ്പിൽ തീ കിടക്കുവാണ്. വിറകുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പിൽ വേവിക്കാൻ. വിറക് കുറവാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കും. പിന്നെ ചക്കയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇതെല്ലാം വെന്ത് തീർന്നതിന് ശേഷം ലാസ്റ്റ് പുട്ടുകുടത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ തേയില ഇട്ട് കൊടുത്ത് തിളപ്പിക്കുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് സാധാ രീതിയിൽ പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് എല്ലാം വേവിച്ച് തീർന്നതിന് ശേഷം കണലുള്ള അടുപ്പിൽ വെച്ചിരിക്കും. നല്ല രീതിയിൽ മഴയ്ക്ക് കിട്ടും. ഇത് കുറച്ച് ദിവസം അങ്ങനെ വെച്ചിട്ട് വേണം ഇതിനെനിക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ. പിന്നെ എന്തായാലും ആദ്യത്തെ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ചക്കയ്ക്ക് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് വിസിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ നേരത്തെ തന്നെ അരച്ചെല്ലാം വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചെന്നും പറഞ്ഞ് വേറെ ഒരു പ്രശ്നവും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ കഴുകിക്കളയാം. അതിൻ്റെ ചുവടുണ്ടല്ലോ, അടിഭാഗത്ത് മാത്രം കുറച്ച് കരി കാണും. അത് സോപ്പിട്ട് കഴുകിക്കളയുമ്പോഴും ചാമ്പലും കൂടെ ഇടുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കഴുകിക്കളയും. പിന്നെ ഈ റിങ് ഉള്ളതിനെ കൊണ്ട് എനിക്കൊരു എളുപ്പമായി കേട്ടോ. വിറക് കൊണ്ട് ഇതിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ചക്ക നല്ല രീതിയിൽ വെന്ത് ഇനിയിപ്പം അടുപ്പിൽ തീ കിടക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ എടുത്ത് വെക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് സൈഡിൽ കൊണ്ട് വെച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഇതിനിടയ്ക്ക് പോയി എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ പുട്ടുകുടത്തിനകത്ത് വെള്ളം ഒഴിക്കണം. എപ്പോഴാണെങ്കിലും പിന്നെ ഈ ഒരു പുട്ടുകുടത്തിൽ ഞാൻ പുട്ട് എപ്പോഴാണ് വയ്ക്കുന്ന അത് നിങ്ങളെ മുമ്പിൽ എനിക്ക് അതിനെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പുട്ടുകുടം നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കുക. എന്തായാലും പുട്ട് അവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത്. പക്ഷേ ആഗ്രഹം തോന്നി മേടിച്ച് തന്നിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു പുട്ടുകുടം മേടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മൺപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പിന്നെ വോയിസൊക്കെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.